ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. കുറേ നാളെയില്ലേ ഞാൻ കേക്ക് എന്തൊക്കെയും വ്ളോഗുകൾ ചെയ്തിട്ട്. അപ്പോൾ ഇനി കുറച്ച് നാൾ കേക്കുകളുടെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും അതേപോലെ ഷോപ്പിങ്ങും അതേപോലെ ഫുഡ് ഉണ്ടാക്കുന്നതും എല്ലാം വെക്കേഷൻ്റെ വിശേഷങ്ങളും എല്ലാം തന്നെ മുമ്പത്തെ വ്ളോഗുകളിലുണ്ട്. അതെല്ലാവരും ഒന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഒന്ന് ബെല്ലൈക്കൺ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ കേക്കിൻ്റെ ബാറ്ററിൻ്റെ റെസിപ്പികളൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോസിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ അങ്ങനെ അതേ റെസിപ്പിയിൽ തന്നെ കേക്ക് ഉണ്ടാക്കിക്കോളൂ, സൂപ്പറായി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ കേക്ക് ചെയ്യുന്ന ബാറ്റർ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. അതിൻ്റെ കൂടെ നമ്മുടെ വിശേഷങ്ങളെല്ലാം പറയാമെന്ന് വിചാരിച്ചു. പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ 6-ാം നോമ്പ് പെരുന്നാളായിരുന്നു, അതും കഴിഞ്ഞു. ഇനി നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് എല്ലാവരും പ്രവേശിക്കുകയാണ്. വിശപ്പിൻ്റെ വില എല്ലാവർക്കും മനസ്സിലാക്കി തരാനാണ് നമുക്ക് നോമ്പെടുക്കാൻ നിർബന്ധിതമായിട്ട് തന്നെ മുസ്ലിംസിന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും നോമ്പൊക്കെ എടുത്ത് പെരുന്നാളൊക്കെ ആഘോഷിച്ച് ആ ഹാങ് ഓവറിലാവും. പിന്നെ നമ്മുടെ ക്രിസ്ത്യൻസ് ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനൊക്കെ പിന്നെ അവരുടെ നോമ്പുകൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ നടക്കുന്നുണ്ട്. അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം നമ്മുടെ സ്പഞ്ച് കേക്കിനുള്ള ബാറ്ററൊക്കെ റെഡിയാക്കി നമുക്ക് തിരുവല്ലാമയിൽ നിന്നുള്ള കേക്കിൻ്റെ ഓർഡറാണ് കേട്ടോ. നമുക്ക് സ്ഥിരം തരുന്ന കസ്റ്റമർ തന്നെയാണ്. അവർ വെഡ്ഡിങ്ങിൻ്റെ കേക്ക് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. 2.5 കിലോൻ്റെ വെഡ്ഡിങ് കേക്കിൻ്റെ ഓർഡറാണ്. അപ്പം നമ്മുടെ സ്പഞ്ചൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു 2.5 കിലോൻ്റെ കേക്കിനുള്ള സ്പഞ്ച്, അതായത് പിസ്ത കേക്കും അതേപോലെ തന്നെ അവർ ഓർഡർ ചെയ്തിട്ടുള്ളത് മാംഗോ കേക്കുമാണ് കേട്ടോ. ഒരു കേക്കിൽ തന്നെ 2 നമ്മുടെ കേക്കിൻ്റെ ഫ്ലേവറുകളാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സ്പഞ്ച് കേക്ക് നന്നായി ചൂടാറാൻ വയ്ക്കണം. നന്നായി ചൂടാറി അതേപോലെ സുഖമായിട്ട് വിട്ടുവരും. അല്ലെങ്കിൽ നമ്മൾ ചൂടോടേക്കും എടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് വിട്ടുപോകും കേട്ടോ. ഇന്നിപ്പോൾ ടൈമുള്ളത് കൊണ്ട് തന്നെ നന്നായി ചൂടൊക്കെ ഒന്ന് ആറാൻ വെച്ചു. അതുപോലെ നിങ്ങൾ കേക്കിൻ്റെ ബാറ്ററി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സ്പാച്ചിലൊക്കെ ഇട്ടിട്ട് നന്നായി കുത്തി ഇളക്കാനൊന്നും പാടില്ല കേട്ടോ. ഒരു ഭാഗത്തേക്ക് തന്നെ നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാനേ പാടുള്ളൂ, കൈ കൊണ്ട് ചെയ്യുന്നവരാണെങ്കിൽ. പിന്നെ എന്നെപ്പോലെ ബീറ്ററിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ചെറിയതായിട്ടുള്ള ഇതിൽ വേണം നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1 2 3 4 5 4-5 എണ്ണം ഉണ്ടാവും. അതൊക്കെ ഏറ്റവും ചെറുതിൽ വേണം നമ്മൾ ആ ബാറ്ററുകൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബീറ്റർ ആക്കി വയ്ക്കാൻ കേട്ടോ. എന്നാൽ തന്നെ നമ്മുടെ സ്പഞ്ച് കേക്ക് നന്നായിട്ട് പൊന്തി വരുള്ളൂ. അതെന്തായാലും എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ അടുത്ത് അന്ന് വാട്സപ്പിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതേപോലെ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്നും പൊന്തി വരുന്നില്ലല്ലോ എന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ നന്നായിട്ട് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മുടെ മിക്സ് ആവണത് വരെ ഒരു ഭാഗത്തേക്ക് തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടത് കേട്ടോ. അല്ലാണ്ട് അതിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് കുത്തി മറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ചെയ്താൽ ശരിയാവില്ല കേട്ടോ. ഞാൻ അവരത് ചോദിച്ചപ്പോൾ അവർ അതന്നെയാണ് പറഞ്ഞത്. ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഉറക്കെ അങ്ങോട്ട് കയ്യിലിട്ടിട്ട് ഇങ്ങനെ സ്പാച്ചിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെന്നാണ് പറഞ്ഞത് കേട്ടോ. അതാണ് ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയണത്, ഒരു ഭാഗത്തേക്ക് മാത്രം ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ വൈറ്റ് കേക്കാണ് കേട്ടോ. അച്ഛൻ്റെ 60-ാം പെരുന്നാളിൻ്റെ കേക്കായിരുന്നു ഇത് കേട്ടോ. അവർ പറഞ്ഞ വൈറ്റ് ഗോൾഡ് കളറാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് വൈറ്റ് കളർ മൊത്തം ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഗോൾഡ് കളറിൽ 4 ഭാഗത്തും നമ്മൾ ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ. അടിപൊളി കേക്കായിരുന്നു, കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നേ. പിന്നെ ഞാൻ പറയുന്നത് പോലെ കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ക്ഷമ വേണം. നമ്മൾ പതുക്കെ ഓരോ സ്റ്റെപ്പും ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് ഓർഡർ തരുന്ന കേക്കുകളാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ചെയ്യും. പിന്നെ ഞാൻ ഇതുപോലെ അധികം അങ്ങോട്ട് ഡെക്കറേറ്റ് ചെയ്യൊന്നുമില്ല. ഞാൻ പറയാറുണ്ട്, അവർ മോഡൽ തന്നെ അതേപോലെ ചെയ്ത് കൊടുക്കുന്നല്ലാണ്ട് നമ്മൾ എന്താ പറയുക, ഫോണ്ടൻറ്റിൻ്റെ വർക്കോ അങ്ങനെയൊന്നും അങ്ങനത്തെ കേക്കിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ അവർ ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഫോണ്ടൻറ്റിൻ്റെ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ നന്നായിട്ട് ടൈം പിടിക്കും കേട്ടോ. അതൊക്കെ ചെയ്യാൻ ഓരോ മോഡലൊക്കെ ആക്കണമെങ്കിൽ അതിനുള്ള സമയം എടുക്കും. ഇതിപ്പോൾ നമ്മുടെ ക്രീം കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ 3 കേക്കിൻ്റെ ഡിസൈൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ഈ കേക്കിന് മാത്രമേ കുറച്ച് ടൈം എടുക്കുള്ളൂ ഉണ്ടാക്കാം. മറ്റേ 2 കേക്കും പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാവുന്നതുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ കേക്കിൻ്റെ വ്ളോഗ് മാത്രം ഞാൻ ഡീറ്റെയിൽ ആയിട്ടിട്ടുള്ളൂ. മറ്റേ 2 കേക്കും ഞാൻ
പെട്ടെന്നൊന്ന് നിങ്ങൾക്ക് ആ ഡിസൈൻ കാണിച്ചു തരാം എന്ന് വിചാരിച്ച് മാത്രം അതൊന്ന് വീഡിയോ എടുക്കുക ചെയ്തത് കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചോദിക്കാറുണ്ട് നീ എന്തിനാ എപ്പോഴും ടോട്ടോ എന്ന് പറയുന്നത്, അത് ഓൾറെഡി തന്നെ വരുന്നതാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ടോന്നും ഞാൻ മാക്സിമം ഒഴിവാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നമ്മൾ വർത്താനം പറയുമ്പോൾ അത് തന്നെ വരികയാണ്. പെരുന്നാൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുബൂസിൻ്റെ ഓർഡറുകളൊക്കെ കുറച്ച് കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ താത്താർക്കൊക്കെ വേഗം പണികളൊക്കെ കഴിഞ്ഞ് പോകാൻ പറ്റി. നോമ്പൊക്കെ എടുത്തിട്ടല്ലേ അവർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഡർ കുറവാണെങ്കിലും അതെല്ലാവർക്കും ഒരു സന്തോഷം സമാധാനമായിരുന്നു കേട്ടോ. പെട്ടെന്ന് കഴിഞ്ഞ് വീട്ടുകളിൽ പോയിട്ട് വിശ്രമിക്കാൻ ടൈം കിട്ടുമല്ലോ. ഈ നോമ്പ് കൊടുത്തിട്ട് കുറേ നേരമൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടില്ല. 10:30 ആകുമ്പോഴത്തേനും നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിരുന്നു കേട്ടോ. അതായത് 6 മണിക്ക് അവരൊക്കെ വരും. 6 മണിക്ക് വന്നിട്ട് പിന്നെ 10:30 ആകുമ്പോഴത്തേനും പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ വിശ്രമിക്കാനും വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യാനും അവർക്കും ടൈം കിട്ടി. അപ്പോൾ അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. പിന്നെ ഈ ഗോൾഡും കൊണ്ട് തന്നെ നമ്മൾ ഒലിച്ച് ഇറങ്ങുന്നത് പോലെ വർക്കാണ് ചെയ്തത് കേട്ടോ. അച്ചാന്ന് ഹാപ്പി ബർത്ത്ഡേ, പിന്നെ നമ്മൾ ടോപ്പർ വെച്ച് കൊടുത്ത് അച്ചാന്ന് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഗോൾഡൻ്റെ തന്നെ അങ്ങനെ ഒലിച്ചിറങ്ങുന്നത് പോലെ ഡിസൈനാണ് കൊടുത്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ ഫോണിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അച്ചാന്ന് കറക്റ്റായിട്ടില്ല, തല തിരിച്ചിട്ടാണ് വരുന്നത് ഗൈസ്. പിന്നെ കുറച്ച് ഫ്ലവറൊക്കെയും വെച്ച് കൊടുത്ത് നമ്മളങ്ങോട്ട് സെറ്റാക്കി. വൈറ്റ് കളറായിരുന്നു ഫ്ലവറുകളൊക്കെയും കൊടുത്തത് കേട്ടോ. അപ്പോൾ വൈറ്റും ഗോൾഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു പ്രത്യേക ഒരു വൈബായിരുന്നു കേക്ക് കാണാൻ. സൂപ്പറായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ കസ്റ്റമറിനൊക്കെ നന്നായി ഇഷ്ടമായി കേട്ടോ. പിന്നെ ഞാൻ ഫ്ലവർ കുറച്ചും കൂടി ആവാ തോന്നി. അതുകൊണ്ട് തന്നെ മുകളിലും കുറച്ച് ഫ്ലവറുകൾ വെച്ച് കൊടുത്തു, അടിയിലും വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പം നമ്മുടെ കേക്കിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ നമ്മുടെ വീഡിയോ ഫുള്ളായി കണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ കേക്ക് നമ്മുടെ നിസ്രിയുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ. അതും ഞാൻ വൈറ്റിൽ തന്നെ ഗോൾഡ് കളറ് ജസ്റ്റ് ഒന്ന് കൊടുത്തുണ്ടാക്കി. പിന്നെ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കാണെങ്കിൽ ജസ്റ്റ് റെഡും അതേപോലെ ഒരു ബ്ലൂ കളർ കൊടുത്ത് അതിൻ്റെ മുകളിൽ കുഞ്ഞൊരു ഫ്ലവറൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കി നമ്മുടെ റെഡിൽ ഗോൾഡൻ കളർ ബോൾസ് കൊടുത്താൽ തന്നെ പ്രത്യേക ഒരു വൈബാണ് കേക്കിന് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഈ കേക്ക് എങ്ങനെയുണ്ട് എല്ലാവർക്കും? ഈ 3 കേക്കിൽ ഏതാ ഇഷ്ടമായി എന്നൊന്ന് പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടൻറ്റ് വരുന്നവരെ ഗുഡ് ബൈ. പിന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് പറയണം കേട്ടോ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും കേക്കുകളൊക്കെ ഉണ്ടാക്കി പഠിക്കുക കേട്ടോ. ഗുഡ് ബൈ.